ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ ലോഗ്സ്. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടുന്ന് ബാങ്കറിൽ നിന്ന് ബെൽഫാസ്റ്റ് നഗരത്തിലോട്ട് പോകാം. അപ്പോൾ അവിടുത്തെ ബെൽഫാസ്റ്റിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബാങ്കർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. അപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇത് ബാങ്കർ ബസ് ആൻഡ് റെയിൽ സെൻറ്റർ. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. ബാങ്കർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കോസ്റ്റൽ റൂട്ട് വഴി യാത്ര ചെയ്ത് ബെൽഫാസ്റ്റ് സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഇവിടെ ഇതാണ് ബാങ്കർ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവിടെ ഇട്ടിട്ടുണ്ട്. റെയിൽസ് ഇൻ അൾസ്റ്റർ, ലാനിയോൺ, ട്രാൻസ്ലിങ്ക് എന്നൊക്കെ പറഞ്ഞു. കണ്ടോ? ഞാൻ ട്രെയിനിൽ കയറാൻ പോവാണ്. ഇതെവിടുത്തെ ട്രെയിനാണ്. നമ്മൾ ബെൽഫാസ്റ്റിൽ പോകാനുള്ള ട്രെയിനാണ്. ഇവിടെ കയറാം. ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. അടിപൊളി. ഇത് കണ്ടോ, ഭക്ഷണം കണ്ടോ. ഇവിടെ നമുക്ക് ടേബിളൊക്കെ ഉണ്ട്. ഇവിടെ ചുമ്മാ ഇരിക്കാം. ടേബിളൊക്കെ ഇരിക്കാം. താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്കിപ്പം ബാങ്കറിൽ നിന്ന് ബെൽഫാസ്റ്റ് സെൻട്രൽ സ്റ്റേഷനിൽ വരെ എത്താൻ 8.30 പൗണ്ട് കൊടുക്കണം. അത് ഇൻക്ലൂഡിങ് റിട്ടേൺ ആണ് ഈ ടിക്കറ്റ് പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ബാങ്കറിൽ നിന്ന് ബെൽഫാസ്റ്റിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ഈ ബാങ്കർ ബസ് ആൻഡ് റെയിൽ സെൻറ്ററിൽ വന്ന് വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ട്രെയിൻ എടുത്തിട്ട് നേരെ ബെൽഫാസ്റ്റിൽ പോവാം. 8.5 പൗണ്ടേ ആവുള്ളൂ ഇൻക്ലൂഡിങ് റിട്ടേൺ. ഒരു ചുമ്മാ ഒരു ഷോർട്ട് ട്രിപ്പ് അടിക്കാം. നമുക്കൊരു ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി. എപ്പോഴും കാറിലല്ലോ പോകുന്നത്. നമുക്ക് ഇന്ന് പ്രാവശ്യം ട്രെയിനിൽ പോയി ഈ സൈഡിലുള്ള കാഴ്ചകളും നമുക്ക് നോക്കി ആസ്വദിച്ച് പോയാലോ. നോക്കാം. ഓക്കെ, ട്രെയിൻ നീങ്ങി ഗൈസ്. ഇപ്പോൾ ഈ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റൂട്ടാണ്. ബാങ്കർ ടു ബെൽഫാസ്റ്റ് ഓടുന്ന ട്രെയിൻ ഈ കോസ്റ്റൽ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുമ്പം ഈ വലത്തെ വശത്ത് കാണുന്ന ഈ കാഴ്ചകൾ കാണാം. കണ്ടോ, ഈ കടലിൻ്റെ വ്യൂ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് ഐറിഷ് കടലാണ്. ഈ ഐറിഷ് കടലിൻ്റെ സൈഡിലുള്ള ബീച്ച് എന്ന് പറയുന്ന പേര് ഹെലൻസ് ബേ ബീച്ചാണ്. നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷൻ കടന്നു പോകുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഈ വ്യൂ കാണാം. കൂടുതലും ഈ കടലിൻ്റെ ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ബാങ്കർ ടു ബെൽഫാസ്റ്റ് റൂട്ടിൽ കൂടെ പോകുമ്പോൾ. അപ്പം തന്നെ കണ്ടില്ല എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പം നല്ല ഭംഗിയാണ്.
stop is Control. Please mind the gap between the train and the platform when leaving the train. കൽട്ര എന്ന് പറഞ്ഞ സ്റ്റേഷൻ. This train is for Belfast Grand Central. The next station is Marino. സ്റ്റേഷൻ്റെ ഒക്കെ ഒരു നിർമ്മാണം നോക്കാം. പിന്നെ അതേപോലെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ബോറടിക്കത്തില്ല. ചുമ്മാ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ട് ഇരിക്കാം, ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാം, ഒരു ടൈമുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് ട്രെയിനിൻ്റെ അകത്ത്. പിന്നെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് ഭയങ്കര ഫൈനാണ്. അതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് യാത്ര ചെയ്യാവുള്ളൂ. എപ്പോഴും ടിക്കറ്റ് ചെക്കിങ് ചെയ്യാൻ ആളുണ്ടാവുന്നുണ്ടോ. പിന്നെ വേറെ ഒന്നും പറയുന്നില്ല, ഒരു ചെയ്ത് നല്ല സുഖമാണ്. നമ്മൾ റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോവാം, യാത്ര ചെയ്യാം. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയ സമയത്ത് ആകസ്മികമായി ഞാൻ ഈ ട്രെയിനിൻ്റെ കോക്പിറ്റ് കാണാനിടയായി. ഇതാണ് നോർത്തേൺ അയർലൻഡ് ട്രെയിനിൻ്റെ കോക്പിറ്റ്. ഇതാണ് ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ലാബറട്ടറി അഥവാ ടോയ്ലറ്റ്. നല്ല വൃത്തിയായ ടോയ്ലറ്റാണ്. പിന്നെ നമുക്ക് കാണുന്ന ഒരു ബേബി നാപ്കിൻ ചേഞ്ചിങ് ട്രേ ഉണ്ട്, കൈ കഴുകാനുള്ള ഒരു വാഷ് ബേസിൻ, പിന്നെ നമുക്ക് ഡോർ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ, അങ്ങനെയുള്ള ഒരു വൃത്തിയായ ഒരു ടോയ്ലറ്റ് റൂമാണ്. പിന്നെ നമ്മൾ ആ പച്ച ബട്ടൺ ഞെക്കുമ്പം ഡോറ് ഓപ്പൺ ആകും. IKEA സ്റ്റോറാണ് നമ്മുടെ ബാക്കിൽ. ഇവിടുത്തെ ബെൽഫാസ്റ്റ് സിറ്റി എയർപോർട്ടാണ് ഇത്. The next stop is Sydenham. Please alight here for George Best Belfast City Airport. Please mind the gap between the train and the platform when leaving the train. Sydenham our home. അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ. അതിപ്പം പുതിയതായിട്ട് പണിഞ്ഞ ഒരു വലിയൊരു സ്റ്റേഷനാണ്. അത് ബസ് ആൻഡ് റെയിലാണ്. നമുക്കവിടെ വന്ന് ബസ്സിന് പോകാം, റെയിൽ വേണം, നമ്മൾ ചൂസ് ചെയ്താൽ മതി എവിടെ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏത് ട്രാൻസ്പോർട്ട് എടുക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ, പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ടെർമിനലാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽഫാസ്റ്റ് സിറ്റി ഹാള്. അപ്പം ഈ ബെൽഫാസ്റ്റ് സിറ്റി ഹാളിൻ്റെ കോമ്പൗണ്ട് ഉള്ളിലാണ് നമ്മൾ ഇപ്പം കയറി വരുന്നത്. അപ്പം ഇവിടെ നല്ലൊരു പാർക്കും സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട്. നമുക്ക് സമയം കളയാൻ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ടൈം കളയുന്നു. ഇന്നിപ്പോൾ സൺലൈറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാരൊക്കെ വെളിയിൽ വന്ന് ഇരുന്ന് ടൈം പാസ്സാണ് നടത്തുന്നത്. കണ്ടോ, എല്ലാവരും ഉണ്ട്. അതാണ് സിറ്റി ഹാളിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഉൾവശം. ഇത് ഈ പുള്ളി ഇവിടുത്തെ ലോർഡ് മേയറാണ്, ബെൽഫാസ്റ്റിന്റെ മേയറായിരുന്നു. അത് 1910 എന്താണ് എഴുതിയിരിക്കുന്നത്, 1910 to 1914 വരെ ഈ പുള്ളി ഇവിടുത്തെ മേയറായിരുന്നു, ബെൽഫാസ്റ്റിലെ മേയറായിരുന്നു. പുള്ളിയുടെ പേര് റോബർട്ട് ജെയിംസ് മോഡി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി MP കൂടെ ആയിരുന്നു, ഈസ്റ്റ് ബെൽഫാസ്റ്റിൻ്റെ MP കൂടെ ആയിരുന്നു. ഇതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇവരുടെ കല്ലിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാം. റോബർട്ട് ജെയിംസ് മോഡി MA, ലോർഡ് മേയർ ഓഫ് ബെൽഫാസ്റ്റ് 1910 to 1914. പിന്നെ ഇതെന്തോ ഫ്രീമാൻ ഓഫ് ദ സിറ്റി, MP ഫോർ ബെൽഫാസ്റ്റ്. പുള്ളി മരിച്ചത് ഡൈഡ് ഓൺ 25th March 1914. In the 5th year of his mayoralty എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പുള്ളിയെ ആദരിക്കുന്ന ഇതായിരിക്കും. Erected by his fellow citizens in grateful appreciation of his unwearied and eminent service of the city. ഓക്കെ, അയാളുടെ ഓർമ്മയ്ക്കായി ഈ സ്റ്റാച്യു ഇവിടെ നിർമ്മിച്ച് പൊക്കി കിട്ടിയതാണ്. അതിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണാം. പുള്ളിയുടെ മണ്ടയ്ക്കെല്ലാം പിന്നെ ഈ കാക്ക തൂറി വെച്ചിരിക്കുക, വൃത്തികേടാക്കി. ഇത് ഈ പുള്ളിക്കാരൻ വേറൊരു മേയറായിരുന്നു, ഇവിടുത്തെ മേയറായിരുന്നു, സർ ഡാനിയൽ ഡിക്സോൺ ആണോ ഡിക്സോൺ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഡിക്സോൺ എന്നാണ് തോന്നുന്നു, ഡിക്സോൺ ബാർട്ട്, മേയർ ഓഫ് ബെൽഫാസ്റ്റ് 1802 to 1803 എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് മേരി ആൻ, അബോളിനിസ്റ്റ്, എഡ്യൂക്കേറ്റർ, സോഷ്യൽ റിഫോമർ ആൻഡ് ബിസിനസ് വുമൺ ആണെന്ന് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരി 1770 to 1866 വരെ ആണ് പുള്ളിക്കാരിയുടെ എനിക്ക് തോന്നുന്നു മരിച്ചത് എന്നായിരിക്കും 1866. ഇവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. Mary Ann was integral to the work of the Belfast Charitable Society, Ladies Committee and Poor House, and the Ladies Anti-Slavery Association. പുള്ളിക്കാരിയെ കുറിച്ച് ഇവിടെ 4 സൈഡിലും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. Mary Ann Macragans, feminist, ideal and commitment to the principles of equality, liberty, fraternity, applying equally to the rights of women, defined her participation in the United Irish Movement. Okay. പുള്ളിക്കാരിയുടെ
ഇതാണ് ബെൽഫാസ്റ്റ് സിറ്റി ഹാൾ.